Hi friends, welcome to Easy Igno. BGC 103 Indian Writings in English എന്ന പേപ്പറിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ ഓരോ യൂണിറ്റ്സും അതിന്റെ പേരും ഒക്കെ നേരത്തെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇൻ ദിസ് യൂണിറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ആരൊക്കെയാണ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈമിലുള്ള നോവലിസ്റ്റുകൾ ആരൊക്കെയാണ്, വിമൻ നോവലിസ്റ്റുകൾ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ പരിചയപ്പെടും. സോ ടു സ്റ്റാർട്ട് വിത്ത്, വാട്ട് ഡു യു മീൻ ബൈ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസ്? എന്താണ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസ് എന്ന് പറയുന്നത്? നോവൽസ് റിട്ടൺ ബൈ ഇന്ത്യൻസ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്ത്യക്കാർ എഴുതിയിരുന്ന നോവലുകളെയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസ് എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട 3 വ്യക്തികളുണ്ട്. ആൻഡ് ദേ ആർ നോൺ എസ് ട്രിനിറ്റി, ത്രിമൂർത്തികൾ എന്നൊക്കെ പറയും. ആൻഡ് ദേ ആർ മുൽക്രാജ് ആനന്ദ്, രാജാ റാവ് ആൻഡ് R.K. നാരായൺ. ഇവരെ 3 പേരെയും പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സോ അവരുടെ 3 വർക്ക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ മുൽക്രാജ് ആനന്ദിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് അൺടച്ചബിൾസ്. അതുപോലെ R.K. നാരായണന്റെ സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ആൻഡ് രാജാ റാവുവിന്റെ കാന്തപുരം. ഓക്കെ. ആൻഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ ദ ഏർലി 19th century ആണ്. ആഫ്റ്റർ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇന്ത്യയിലുള്ള ആർട്ടിക്കിൾസും ന്യൂസ് പേപ്പേഴ്സും ഒക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെടാൻ തുടങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് നോവൽസും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ ഇന്ത്യക്കാർ തന്നെ ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് തുടങ്ങുന്നത്. അതാണ് നമുക്കൊരു ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, വിച്ച് ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ? ആദ്യത്തെ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ ഏതാണ്? ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ എന്ന് പറയുന്ന ഒരു ബംഗാളി റൈറ്റർ എഴുതിയ ദ രാജ്മോഹൻസ് വൈഫ് ആണ് ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വാസ് റിട്ടൺ ഇൻ 1930s ഇത് എഴുതുന്നത്. ഇതിന്റെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് മാതങ്കിനി എന്ന് പറയുന്ന ഒരു മിഡിൽ ക്ലാസ് ഹൗസ് വൈഫ് ആണ്. ഷി വെന്റ് ഇൻ ടു എ ബാഡ് മാരേജ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഇതിന്റെ ഒരു ഇതിവൃത്തമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ആ സമയത്തുള്ള സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഈ നോവലിന്റെ തീമായിട്ട് വരുന്നുണ്ട്. അപ്പം ദ ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ എഴുതിയ ദ രാജ്മോഹൻസ് വൈഫ്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1930s ആണ്. ആൻഡ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക് നോവൽ അല്ല. ഇറ്റ്സ് നോട്ട് എ റൊമാൻറ്റിക് നോവൽ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ബട്ട് ഇറ്റ് ഇസ് എ സോഷ്യൽ നോവൽ. ഓക്കെ. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് 3 സിഗ്നിഫിക്കൻറ്റ് നോവലിസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു 3 നോവലിസ്റ്റുകളാണ് പ്രധാനമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ അവരെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ആള് മുൽക്രാജ് ആനന്ദ് ആണ്. മുൽക്രാജ് ആനന്ദ് അദ്ദേഹത്തിന് 16 നോവൽസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, 12 ഷോർട്ട് സ്റ്റോറീസ്, more than 25 books on art and general subject, and a large number of articles. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലുള്ളതാണ്. ആൻഡ് അദ്ദേഹം കണ്ടംപററി ഇന്ത്യയുടെ ഒരു ട്രൂ പിക്ചർ നമുക്ക് അദ്ദേഹത്തിന്റെ നോവൽസ് വായിച്ചാൽ കിട്ടും. ആ സമയത്ത് ഇന്ത്യ എങ്ങനെയായിരുന്നോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് അദ്ദേഹത്തിന്റെ നോവൽസ് എന്ന് പറയുന്നത്. അദ്ദേഹം കൂടുതലും സോഷ്യൽ ഇഷ്യൂസിനെയാണ് നോവൽസിന്റെ തീം ആക്കിയിരുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ നോവൽസിന്റെ ഒക്കെ പ്രൊട്ടാഗണിസ്റ്റുകൾ, മെയിൻ കഥാപാത്രങ്ങൾ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ആയിരുന്നു. കൂലീസും സ്വീപ്പേഴ്സും പ്ലാന്റേഷൻ വർക്കേഴ്സും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ നോവൽസിന്റെ പ്രൊട്ടാഗണിസ്റ്റ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള നോവൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു, അൺടച്ചബിൾസ് ആണ്. 1935 അൺടച്ചബിൾസ് പബ്ലിഷ് ചെയ്യുന്നത്. ബഖ എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ കണ്ടോൺമെന്റ് ടൗണിൽ താമസിക്കുന്ന ഒരു യങ് മാൻ ആണ്. ആ ബഖ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ദ പെയിൻഫുൾ ആൻഡ് കൺഫ്യൂസ് ലൈഫ് ഓഫ് ബഖ, അതാണ് ഈ അൺടച്ചബിൾസ് എന്ന് പറയുന്ന നോവലിന്റെ തീമായിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് നോവൽസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സം അതർ പോപ്പുലർ നോവൽസ് ഓഫ് ഹിം ഏതൊക്കെയാണെന്ന് പറയാം. കൂലി, 2 Leaves and a Bud, The Village, Across the Black Waters, The Sword and the Sickle, Private Life of an Indian Prince. Okay, അതാണ് മുൽക്രാജ് ആനന്ദ്. And coming to the next person who is very famous, R.K. നാരായൺ. R.K. നാരായൺ മദ്രാസിൽ 1906 ജനിക്കുന്നത്. അദ്ദേഹം 15 നോവൽസ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഹി ഹാസ് 5 collection of short stories, 2 ട്രാവൽ ബുക്സ് ഉണ്ട്, 4 collection of essays and a memoir. ഇത്രയാണ് അദ്ദേഹത്തിനുള്ളത്. ആൻഡ് അദ്ദേഹത്തിന്റെ നോവൽസ് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, അദ്ദേഹത്തിന്റെ മിക്ക നോവൽസിന്റെയും സെറ്റിംഗ് ആയിട്ട് വരുന്നത്, ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത് മാൽഗുഡി എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിക്ഷണൽ ടൗൺ ആണ്. ഈ മാൽഗുഡി എന്ന് പറയുന്നത് അന്നത്തെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്. ഇന്ത്യൻ സൊസൈറ്റിയുടെ കൾച്ചറും സൂപ്പർസ്റ്റിഷൻസും വാല്യൂസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആ ഇന്ത്യൻ സൊസൈറ്റീന്റെ ഒരു റിഫ്ലക്ഷൻ, ഒരു പകർപ്പ് തന്നെയാണ് ഈ മാൽഗുഡി എന്ന് പറഞ്ഞിട്ടുള്ള ഫിക്ഷണൽ ടൗൺ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റ് വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. Swami and Friends, Vendor of Sweets, The Dark Room, The English Teacher,
Mr. Sampath, the printer of Malgudi, The Financial Expert, Waiting for Mahatma, The Man-Eaters of Malgudi, The Painters of Science, A Tiger for Malgudi, Talkative Man, The World of Nagaraj. ഇത്രയാണ്. ഇനി അദ്ദേഹം 2001 അറ്റ് ദ ഏജ് ഓഫ് 95 മരിക്കുന്നത്. അടുത്ത ആള് രാജാറാവു ആണ്. ട്രിനിറ്റിയിൽ വരുന്ന മൂന്നാമത്തെ ആളാണ് രാജാറാവ്. വിസ് ബോൺ ഇൻ 1908 ജനിക്കുന്നത് ഇൻ എ ബ്രാഹ്മിൺ ഫാമിലി. അദ്ദേഹത്തിന്റെ വെരി ഫസ്റ്റ് നോവലാണ് കാന്തപുര. കാന്തപുര എന്ന് പറയുമ്പം ഗാന്ധിജിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ്. ഗാന്ധിയുടെ ഇമ്പാക്ട്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൽ ഗാന്ധിജിയുടെ ഒരു ഇമ്പാക്റ്റും അദ്ദേഹത്തിന്റെ ഐഡിയാസും ഒക്കെയാണ് ഈ നോവലിന്റെ തീമായിട്ട് വരുന്നത്. ഒരു മൈസൂരിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതിന്റെ നരേറ്റർ, ഈ കാന്തപുര എന്ന് പറഞ്ഞ നോവലിന്റെ നരേറ്റർ ഒരു ഓൾഡ് വുമൺ ആണ്. ആൻഡ് ഷീ ഈസ് ടെല്ലിങ് അസ് അബൌട്ട് ദ ലൈഫ് ഓഫ് ദ വില്ലേജ്. ആ വില്ലേജിന്റെ കഥ എന്താണ്, അവിടുത്തെ കാര്യങ്ങൾ എന്താണ്, അവിടുത്തെ മിത്സിനെ പറ്റിയും ദൈവങ്ങളെ പറ്റിയും സൂപ്പർസ്റ്റിഷൻസിനെ പറ്റിയൊക്കെ ദ ഓൾഡ് വുമൺ ഇസ് നറേറ്റിംഗ് ദ സ്റ്റോറി. ഇതിനകത്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൽ വരുന്ന ഒരുപാട് ഇൻസിഡൻസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് സോൾട്ട് സത്യാഗ്രഹ, ഹങ്കർ സ്ട്രൈക്ക്, ഗാന്ധിജിയുടെ അറസ്റ്റ്, സത്യാഗ്രഹ, ആൻഡ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് രാജാറാവുവിന്റെ പോപ്പുലർ ആയിട്ടുള്ള മറ്റ് വർക്ക്സ് ആണ് ദ സർപ്പന്റ് ആൻഡ് ദ റോപ്പ്, ദ ക്യാറ്റ് ആൻഡ് ഷേക്സ്പിയർ, Comrade Killer, The Chess Master and His Moves. Let's move to the next topic. Post-independence novels. ഇൻഡിപെൻഡൻസിന് ശേഷം ഉള്ള പ്രധാനപ്പെട്ട നോവലിസ്റ്റുകൾ ആരൊക്കെയാണ്, അവരുടെ വർക്ക്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ആളാണ് ഭവാനി ഭട്ടാചാര്യ, who was born in 1906 and was died in 1988. Okay, അദ്ദേഹം one of the earliest novelist ആണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവലാണ് സോ മെനി ഹങ്കേഴ്സ്, റിട്ടൺ ഇൻ 1947. 1947 എഴുതിയ സോ മെനി ഹങ്കേഴ്സ് ആണ് ഭവാനി ഭട്ടാചാര്യയുടെ ആദ്യത്തെ നോവൽ. അദ്ദേഹത്തിന്റെ മറ്റ് വർക്ക്സ് ആണ് മ്യൂസിക് ഫോർ മോഹിനി, ഹി ഹു റൈറ്റ്സ് എ ടൈഗർ. അദ്ദേഹത്തിന്റെ വൺ ഓഫ് ഹിസ് ഫൈനസ്റ്റ് നോവൽസ് ആണ് ഹി ഹു റൈറ്റ്സ് എ ടൈഗർ. ആൻഡ് അതർ നോവൽസ് ആർ എ ഗോഡസ് നെയ്മഡ് ഗോൾഡ്, ഷാഡോ ഫ്രം ലഡാക്ക്, എ ഡ്രീം ഇൻ ഹവായ്. ഓക്കെ, ദ നെക്സ്റ്റ് നോവലിസ്റ്റ് ആണ് മനോഹർ മാൽഗോങ്കർ. എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട്, ആ സമയത്ത് കൂടുതൽ ആൾക്കാരും സോഷ്യൽ ഇഷ്യൂസിനെയൊക്കെ അഡ്രസ്സ് ചെയ്ത് എഴുതിയിരുന്ന ആൾക്കാരാണെങ്കിൽ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നോവൽസ് എഴുതിയിരുന്ന ആളാണ് മനോഹർ മാൽഗോങ്കർ. ഹു വാസ് ബോൺ ഇൻ 1913 ആൻഡ് ഹി ഡൈഡ് ഇൻ 2010. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഡിസ്റ്റന്റ് ഡ്രം. ദിസ് ഇസ് ഫസ്റ്റ് നോവൽ. 1960 എഴുതിയ ഡിസ്റ്റന്റ് ഡ്രം ആണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ. ആൻഡ് അനദർ നോവൽ ഇസ് ബാൻഡിക്കൂട്ട് റൺ. ഈ രണ്ട് നോവൽസും, ഡിസ്റ്റന്റ് ഡ്രമ്മും ബാൻഡിക്കൂട്ട് റണ്ണും, ആർമി സെറ്റിംഗിൽ വരുന്ന നോവലാണ്. ദെൻ അതർ നോവൽസ് ആർ സ്പൈൻ ആംബർ, കോംബാറ്റ് ഓഫ് ഷാഡോസ്, ദ പ്രിൻസസ്, എ ബെൻഡ് ഇൻ ദ ഗാൻജസ്, ഇറ്റ്സ് എ പാർട്ടീഷൻ നോവൽ, ദ ഡെവിൾസ് വിൻഡ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രമേയമാക്കി എഴുതിയ നോവലാണ് ദ ഡെവിൾസ് വിൻഡ്. ആൻഡ് ഫൈനലി ദ കാക്ടസ് കൺട്രി, റിട്ടൺ ഇൻ 1992. അടുത്ത നോവലിസ്റ്റ് ആണ് ഖുഷ്വന്ത് സിംഗ്, വാസ് ബോൺ ഇൻ 1915 and died in 2014. അദ്ദേഹം ഒരു ലോയറും ജേർണലിസ്റ്റും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് എ ട്രെയിൻ ടു പാകിസ്ഥാൻ. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു പാർട്ടീഷൻ നോവലാണ്. അദ്ദേഹം പഞ്ചാബില് ഒരു ഫിക്ഷണൽ ടൗൺ ഫിക്ഷണൽ വില്ലേജ് ക്രിയേറ്റ് ചെയ്യുന്നു, മനോ മജ്ര. അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ഈ നോവലിന്റെ ഇതിവൃത്തമായിട്ട് വരുന്നത്. 1947 ഉണ്ടാകുന്ന കമ്മ്യൂണൽ മസാക്കറിന്റെ ഭാഗമായിട്ട് ആ പ്രദേശത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കമ്മ്യൂണൽ ടെമ്പർ ഒക്കെയാണ് അതിന്റെ തീമായിട്ട് വരുന്നത്. അതുവരെ അവർ വളരെ ഹാർമോണിയസ് ആയിട്ട് മുസ്ലിംസും സിഖ്സും ഒക്കെ താമസിച്ചിരുന്ന സ്ഥലത്ത് ഈ കമ്മ്യൂണൽ മസാക്കറിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ നോവലിന്റെ തീമായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോവലിസ്റ്റ് ഇസ് GV Deshani, was born in 1909 and died in 2000. He is known as the master of absurd എന്നറിയപ്പെട്ടിരുന്ന ഒരു നോവലിസ്റ്റ് ആണ് GV Deshani. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഓൾ അബൌട്ട് എച്ച് ഹാറ്റർ. ഇത് വൺ ഓഫ് ദ ഡിഫിക്കൾട്ട് നോവൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഒരു നോവലാണ് ഓൾ അബൌട്ട് എച്ച് ഹാറ്റർ. ആൻഡ് അടുത്ത ആളെന്ന് പറയുന്നത് അരുൺ ജോഷി. അരുൺ ജോഷി, ഹി വാസ് ബോൺ ഇൻ 1939 ആൻഡ് ഡൈഡ് ഇൻ 1993. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവലാണ് ദ ഫോറിനർ, റിട്ടൺ ഇൻ 1968 എഴുതിയ ഫോറിനർ ആണ് അരുൺ ജോഷിയുടെ ആദ്യത്തെ നോവൽ. ആൻഡ് മറ്റൊരു നോവലാണ് ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ബില്ലി ബിശ്വാസ്. ഇനി അരുൺ ജോഷി ആൽബർട്ട് ക്യാമുവിൽ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കുറെ എക്സിസ്റ്റൻഷ്യൽ നോവൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് അരുൺ ജോഷി. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് പേഴ്സൺ, ചമൻ നഹാൽ ആണ്. ചമൻ നഹാൽ വാസ് ബോൺ ഇൻ 1927 ആൻഡ് ഹി ഡൈഡ് ഇൻ 2013. അദ്ദേഹത്തിന്റെ ഒരു പാർട്ടീഷൻ നോവലാണ് ആസാദി. 1975 പബ്ലിഷ് ചെയ്ത ആസാദിയാണ്. ആൻഡ് അതിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആ നോവലിന് ഇൻ 1977. നെക്സ്റ്റ് നോവലിസ്റ്റ് ഇസ് സൽമാൻ റഷ്ദി.
the most important writer of the second half of the 20th century. 20ാം നൂറ്റാണ്ടിലെ രണ്ടാം പകുതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് സൽമാൻ റുഷ്ദി എന്ന് പറയുന്നത്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള നോവൽസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫൈനസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് നോവൽ എന്നറിയപ്പെടുന്നത് ദ മിഡ്നൈറ്റ്സ് ചിൽഡ്രൻ ആണ്. 1980 അത് പബ്ലിഷ് ചെയ്യുന്നത്, ദ മിഡ്നൈറ്റ്സ് ചിൽഡ്രൻ. അതിനകത്ത് 1910 മുതൽ 1975 എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് വരെയുള്ള ആ ഒരു പീരീഡിലുള്ള ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ് പറയുന്നത്. ത്രൂ ദ ഐസ് ഓഫ് സലീം സിനായ് എന്ന് പറയുന്ന ഒരു ടെലിപ്പത്തിന്റെ കണ്ണുകളിലൂടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഈ സ്റ്റോറി നെറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് കോമഡിയും ട്രാജഡിയും ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ടെക്നിക്ക് ഈ നോവലിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ മിഡ്നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഫൈനസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് നോവൽ ഓഫ് ഹിം. ആൻഡ് ഈ വർക്കിന് അദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇൻ 1991 ആൻഡ് ബുക്കർ ഓഫ് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇൻ 1993. ഇനി അദ്ദേഹത്തിന്റെ പോപ്പുലർ ആയിട്ടുള്ള മറ്റ് വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രൈമസ്, അതൊരു സയൻസ് ഫിക്ഷൻ ആണ്, പബ്ലിഷ് ഇൻ 1975. Then Shame in 1983, The Satanic Verses, The Ground Beneath Her Feet, Shalimar the Clown, The Golden House. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റ് നോവൽസ്. അടുത്ത നോവലിസ്റ്റ് ആണ് ബൊമൻ ദേശായി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. The Memory of Elephants, Asylum, USA, A Woman Madly in Love. Okay. So next novelist is Shashi Tharoor. അദ്ദേഹത്തിന്റെ വൺ ഓഫ് ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോവൽ ഇസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. അത് മഹാഭാരതത്തിന്റെ തീമിനെ ആസ്പദമാക്കി എഴുതിയ നോവലാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. ഓക്കെ. ദ നെക്സ്റ്റ് നോവലിസ്റ്റ് ഇസ് അലൻ സിലി. അലൻ സിലിയുടെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ദ ട്രോട്ടർ നാമ. ദ ട്രോട്ടർ നാമ എന്ന് പറഞ്ഞ നോവൽ 1988 പബ്ലിഷ് ചെയ്യുന്നതാണ്. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടാണ് ഈ നോവലിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു നോവലാണ് ദ എവറസ്റ്റ് ഹോട്ടൽ എ കലണ്ടർ, റിട്ടൺ ഇൻ 1998. അനദർ നോവൽ ഇസ് ഹീറോ, The Brain Fever, Wisdom Brings Success, Pearls of Wisdom. The novelist ആണ് റോഹിൻറ്റൺ മിസ്ട്രി. അദ്ദേഹത്തിന്റെ നോവൽസിലെ തീമായിട്ട് വരുന്നത് മിഡിൽ ക്ലാസ് പാഴ്സി ഹൗസ് ഹോൾഡ്സിനെ പറ്റിയിട്ടാണ്. അവർ ഈ മോഡേണിറ്റിയുമായിട്ടുള്ള അവരുടെ ഒരു ക്ലാഷ്, അതാണ് അദ്ദേഹത്തിന്റെ നോവൽസിൽ പ്രധാനമായിട്ട് വരുന്ന തീംസ്. അദ്ദേഹത്തിന്റെ മേജർ നോവൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സച്ച് എ ലോങ് ജേർണി, എ ഫൈൻ ബാലൻസ്, ഫാമിലി മാറ്റേഴ്സ്. അടുത്ത നോവലിസ്റ്റ് ആണ് അമിതാഭ് ഘോഷ്. അദ്ദേഹത്തിന്റെ നോവലാണ് ദ ഷാഡോ ലൈൻസ്, റിട്ടൺ ഇൻ 1988. അതിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഷാഡോ ലൈൻസ് എന്ന് പറഞ്ഞ നോവലിൽ ഇന്ത്യ, ഇംഗ്ലണ്ട്, ബംഗ്ലാദേശ് ഈ 3 സ്ഥലത്തുള്ള പേഴ്സണൽ ആൻഡ് പബ്ലിക് ഇവന്റ്സ് ആണ് ഈ നോവലിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ 3 സ്ഥലത്ത് നടക്കുന്ന പേഴ്സണൽ ആസ് വെൽ ആസ് പബ്ലിക് ഇവന്റ്സ്. ഇദ്ദേഹം ഈ 3 സ്ഥലത്തും പോയിട്ടുള്ള ആളാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള നോവലാണ് ദ ഷാഡോ ലൈൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മറ്റു വർക്ക്സ് ആണ് ദ സർക്കിൾ ഓഫ് റീസൺ, കൽക്കട്ട ക്രോമസോം, ദ ഗ്ലാസ് പാലസ്, ഹംഗ്രി ടൈഡ്. ഇനി അടുത്ത നോവലിസ്റ്റ് ആണ് ഉപമന്യു ചാറ്റർജി. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് ഇംഗ്ലീഷ് ഓഗസ്റ്റ്, റിട്ടൺ ഇൻ 1988. ഇംഗ്ലീഷ് ഓഗസ്റ്റിനകത്ത് ഒരു യങ് സിവിൽ സെർവൻറ്റ് അഗസ്ത്യ അല്ലെങ്കിൽ ഓഗസ്റ്റ് എന്ന് പേരുള്ള ഒരു യങ് സിവിൽ സെർവൻറ്റിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. ഈ സ്റ്റോറിക്ക് അദ്ദേഹത്തിന് ഈ നോവലിന് അദ്ദേഹത്തിന് 2004 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിന്റെ മറ്റു 2 നോവൽസ് ആണ് ദ ലാസ്റ്റ് ബേർഡൻ, ദ മെമ്മറീസ് ഓഫ് ദ വെൽഫെയർ സ്റ്റേറ്റ്. ആൻഡ് അടുത്ത ആളാണ് വിക്രം സേത്. വിക്രം സേത് വാസ് ബോൺ ഇൻ 1952. അദ്ദേഹത്തിന്റെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവലാണ് എ സ്യൂട്ടബിൾ ബോയ്. ഇറ്റ് വാസ് മെയ്ഡ് ഇൻ ഫിലിം, ഒരു ബോളിവുഡ് ഫിലിം ഓർ സീരീസ് സംതിങ് അങ്ങനെ ആക്കിയിട്ടുണ്ട്. സ്യൂട്ടബിൾ ബോയ് എഴുതുന്നത് 1994 1950s ആ ഒരു കാലഘട്ടമാണ് ഈ ഒരു നോവലിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. ട്രഡിഷൻ വേഴ്സസ് മോഡേണിറ്റി അതൊരു തീമാണ് അതിലെ. ആ സമയത്തുള്ള പൊളിറ്റിക്കൽ ടർമോയിൽസും പിന്നെ മാരേജ് പ്രോബ്ലംസും ഒക്കെ ഇതിൽ തീമായിട്ട് വരുന്നുണ്ട്. ആൻഡ് അദ്ദേഹത്തിന്റെ മറ്റു നോവൽസ് ആണ് ദ ഗോൾഡൻ ഗേറ്റ് ആൻഡ് ഈക്വൽ മ്യൂസിക്. അടുത്ത നോവലിസ്റ്റ് ആണ് അമിത് ചൗധരി. അദ്ദേഹം കൂടുതലും കൽക്കട്ട ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആണ് എഴുതിയിട്ടുള്ളത്. അത്തരത്തിൽ എഴുതിയ ഒരു നോവലാണ് എ സ്ട്രേഞ്ച് ആൻഡ് സബ്ലൈം അഡ്രസ്. 1991 അത് എഴുതുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ മറ്റു നോവൽസ് ആണ് ആഫ്റ്റർനൂൺ രാഗ്, ഫ്രീഡം സോങ്, എ ന്യൂ വേൾഡ്. സോ ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. വിമൺ നോവലിസ്റ്റ്. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്സിൽ മേജറായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വിമൺ നോവലിസ്റ്റുകൾ ആരൊക്കെയാണ്, അവരുടെ മേജർ വർക്ക്സ് ഏതൊക്കെയാണ്, അതിന്റെ തീംസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദ വെരി ഫസ്റ്റ് പേഴ്സൺ ഇസ് കമല മാർക്കണ്ഡേയ. ഷി വാസ് ബോൺ ഇൻ 1924 ആൻഡ് ഷി ഡൈഡ് ഇൻ 2004. അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു വർക്കാണ് നെക്ടർ ഇൻ എ സീഫ്.
അതിലെ കേന്ദ്ര കഥാപാത്രമാണ് രുക്മിണി. രുക്മിണി എന്ന് പറഞ്ഞ സ്ത്രീ അവരനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഹർ സ്ട്രഗിൾ ഫോർ സർവൈവൽ, അതാണ് ആ നോവലിന്റെ തീമായിട്ട് വരുന്നത്. നെക്ടർ എന്ന സീഫ്. അതുപോലെ തന്നെ അവരുടെ മിക്ക നോവൽസിന്റെയും തീം എന്ന് പറയുന്നത് ഹങ്കർ, പോവർട്ടി, ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ, അതൊക്കെയാണ്. അത് അവരുടെ മറ്റു നോവൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സം ഇന്നർ ഫ്യൂരി, എ സൈലൻസ് ഓഫ് ഡിസയർ, പൊസഷൻ, എ ഹാൻഡ്ഫുൾ ഓഫ് റൈസ്, ദ കോഫി ഡാൻസ്, ദ നോവർ മാൻ, ടു വെർജിൻസ്, ദ ഗോൾഡൻ ഹണി കൗസ്, ദ പ്ലഷർ സിറ്റി. അടുത്ത ആളാണ് ശശി ദേശ്പാണ്ഡെ. ഷോർട്ട് സ്റ്റോറീസ് എഴുതി തുടങ്ങി പിന്നീട് നോവൽസ് എഴുതിയിരുന്ന ഒരാളാണ് ശശി ദേശ്പാണ്ഡെ. ആൻഡ് ഹർ നോവൽസിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഇന്നർ കോൺഫ്ലിക്റ്റ് ഓഫ് ദ ഫീമെയിൽ സൈക്കി, സെർച്ച് ഫോർ ഐഡന്റിറ്റി, മാൻ വുമൺ റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ്. ആൻഡ് അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് നോവൽസ് ആണ് റൂട്ട്സ് ആൻഡ് ഷാഡോസ്, ദ ഡാർക്ക് ഹൂൾ നോ ടെറേഴ്സ്, കം അപ്പ് ആൻഡ് ബി ഡെഡ്, ഇഫ് ഐ ഡൈ ടുഡേ, ദാറ്റ് ലോങ് സൈലൻസ്. ദാറ്റ് ലോങ് സൈലൻസിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ദ ബൈൻഡിങ് വൈൻ, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ബ്ലോക്കിൽ പഠിക്കും. എ മാറ്റർ ഓഫ് ടൈം, സ്മോൾ റെമഡീസ്. അടുത്ത നോവലിസ്റ്റ് ആണ് റൂത്ത് പ്രവർ ജപ്പാല. ഷീ ഈസ് ആക്ച്വലി എ ജർമ്മൻ ബൈ ബർത്ത്. ജർമ്മനിയിലാണ് അവർ ജനിക്കുന്നത്. പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇന്ത്യയിലോട്ട് വരിക. ഇവിടുത്തെ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള നോവൽസ് ഒക്കെ എഴുതാൻ തുടങ്ങുന്നത്. അവരുടെ പ്രധാനപ്പെട്ട നോവൽസ് ആണ് ടു ഹും ഷീ വിൽ, ദ നേച്ചർ ഓഫ് പാഷൻ, ദ ഹൗസ് ഹോൾഡർ, ഗെറ്റ് റെഡി ഫോർ ബാറ്റിൽ, Esmond in India, a backward place, a new dominion, Heat and Dust. Heat and Dust is a very popular novel of her. അടുത്ത വിമൺ നോവലിസ്റ്റ് ആണ് നയൻതാര സാഗൽ, ബോൺ ഇൻ 1927. അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് ആണ് പ്രിസൺ ആൻഡ് ചോക്ലേറ്റ് കേക്ക്, എ ടൈം ടു ബി, ഫ്രം ഫിയർ സെറ്റ് ഫ്രീ, സ്റ്റോം ഇൻ ചണ്ഡീഗർ. ആൻഡ് ഇതിൽ എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു നോവലാണ് എ സ്റ്റോം ഇൻ ചണ്ഡീഗർ, റിട്ടൺ ഇൻ 1969. അതായത് പഞ്ചാബ് ആൻഡ് ഹരിയാന ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് ഈ സ്റ്റോം ഇൻ ചണ്ഡീഗർ എന്ന് പറയുന്ന നോവലിന്റെ തീമായിട്ട് വരുന്നത്. ആൻഡ് അവരുടെ മോസ്റ്റ് ഓഫ് ദ നോവൽസിന്റെ തീം എന്ന് പറയുന്നത് ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് ഇൻ ഇന്ത്യ. ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് ആണ്. അതുപോലെ തന്നെ ഒപ്രസ്ഡ് വുമൺ, പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന സ്ത്രീകളെ പറ്റി അവർ എഴുതിയിട്ടുണ്ട്, അവരുടെ നോവൽസിന്റെ ഇതിവൃത്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അടുത്ത നോവലിസ്റ്റ് ആണ് അനിത ദേശായി. ഷി വാസ് ബോൺ ഇൻ 1937 ആൻഡ് വൺ ഓഫ് her പോപ്പുലർ നോവൽ ഇസ് ഫയർ ഓൺ ദ മൗണ്ടെയിൻ. ഈ ഫയർ ഓൺ ദ മൗണ്ടെയിൻ എന്ന് പറഞ്ഞ നോവലിന് ഷി ഗോട്ട് നാഷണൽ അക്കാഡമി ഓഫ് ലെറ്റർ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് മറ്റൊരു നോവലാണ് ഗാർഡിയൻ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു നോവലാണ് ദ വില്ലേജ് ബൈ ദ സീ, റിട്ടൺ ഇൻ 1983. അതിനവർക്ക് ഗാർഡിയൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് എ ചിൽഡ്രൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്ന ഒരു നോവലാണ് ദ വില്ലേജ് ബൈ ദ സീ. അടുത്ത നോവലിസ്റ്റ് ആണ് മഞ്ജു കപൂർ. ഷി വാസ് ബോൺ ഇൻ 1948. ഷി വാസ് എൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടീച്ചർ ആയിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടീച്ചറാണ് മഞ്ജു കപൂർ. ആൻഡ് അവരുടെ ഫസ്റ്റ് നോവലാണ് ഡിഫിക്കൽട്ട് ഡോട്ടേഴ്സ്. അതിനകത്ത് വെർമതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവള് ഒരു മാരീഡ് പ്രൊഫസറുമായിട്ട് ഇഷ്ടത്തിലാകുന്നു. പക്ഷെ പാരന്റ്സ് റെഫ്യൂസ് ചെയ്യുന്നു. പിന്നീട് അവളെ മറ്റൊരു സ്ഥലത്തേക്ക് ലാഹോറിലോട്ട് അയക്കുന്നു. അവിടെ വെച്ചിട്ട് അയാളെ കല്യാണം കഴിക്കുന്നു, പ്ലസ് അവള് പഠിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള കുറെ ചേഞ്ചസ് അവളുടെ ലൈഫിൽ ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ആ ഒരു നോവലിന് തീമായിട്ട് വരുന്നത്. അതാണ് ഡിഫിക്കൽട്ട് ഡോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഫസ്റ്റ് നോവൽ മഞ്ജു കപൂറിന്റെ. അവസാനമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന നോവലിസ്റ്റ് ആണ് അരുന്ധതി റോയ്. ഷി ഈസ് വെരി പോപ്പുലർ. ഷി വാസ് ബോൺ ഇൻ 1961. ആൻഡ് അരുന്ധതി റോയ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ട ഒരു നോവൽ ഉണ്ട്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അത് ബുക്കർ പ്രൈസ് കിട്ടിയ ഒരു നോവലാണ്. ബുക്കർ പ്രൈസ് ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരിക്ക് കിട്ടുന്നത് അരുന്ധതി റോയിലൂടെയാണ്. ആൻഡ് ഷി ഗോട്ട് ദ ബുക്കർ പ്രൈസ് ഇൻ 1997. ആൻഡ് കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലുള്ള ഐമനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ നോവലിന്റെ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. 1963 നടക്കുന്ന സംഭവങ്ങളാണ് ഇതിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. പിന്നെ റാഹേൽ ആൻഡ് എസ്തർ എന്ന് പറയുന്ന ട്വിൻസ്, അവരുടെ ലൈഫ്, അവരുടെ അമ്മ അച്ഛനെ ഉപേക്ഷിക്കുന്നു, പിന്നീട് അവർ ജീവിക്കേണ്ടി വരുന്ന ആ ഒരു സാഹചര്യം, ഇതൊക്കെയാണ് അതിന്റെ തീമായിട്ട് വരുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള തീംസ് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പറയാനായിട്ടാണെങ്കിൽ പോവർട്ടി ഒരു തീമാണ്, സാഡ്നെസ് ഒരു തീമാണ്, ദ ഫീലിംഗ്സ് ഓഫ് ചിൽഡ്രൻ, ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, അവരുടെ ബുദ്ധിമുട്ടുകൾ, ഹിപ്പോക്രസീസ് ഓഫ് അഡൽട്ട് വേൾഡ്, ഇതൊക്കെയാണ് ആ നോവലിന്റെ തീമായിട്ട് വരുന്നത്. പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യയിലെ കൾച്ചറൽ ഡിലമാസ് ആണ് അരുന്ധതി റോയുടെ ഈ നോവലിന്റെ തീമായിട്ട് വരുന്നത്.